ഇവിടെ നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. എന്താണ്? ഇത്രയും സമയം സംസാരിച്ചതൊന്നല്ല കാര്യം. എന്താണ്? കാണാൻ പോകുന്നതാണ് പൂരം എന്ന് പറഞ്ഞതുപോലെ പയ്യന്നൂരിൽ TI മധുസൂദനനെ പിന്തള്ളിക്കൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ മുന്നിൽ വന്നിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ നോക്കൂ, അതിന്റെ ഒരു പ്രത്യേകത. പാർട്ടി അതേപോലെ തന്നെയാണ് തളിപ്പറമ്പില് ശ്യാമള PK ശ്യാമളയെ തള്ളിക്കൊണ്ടാണ് പാർട്ടി വിരുദ്ധതയല്ല ഇവിടെ. ചില നേതാക്കന്മാരുടെ ആണ് മാറ്റി നിർത്തുന്നത്. അതായത് പാർട്ടി വിരുദ്ധമാണ് കുഞ്ഞിക്കണ്ണൻ. ഇടതുപക്ഷത്തിന്റെ തന്നെ വേറൊരു വിങ്ങാണല്ലോ കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ തന്നെ വേറൊരു വിങ്ങല്ലേ. അല്ലാതെ കാര്യമില്ല. അദ്ദേഹം CPIM അല്ലെ LDF നിന്നും അദ്ദേഹം വേറിട്ട് മറ്റൊരു സംഘടനയുടെ പിന്തുണയോട് കൂടിയാണ് മത്സരിക്കുന്നത്. അതായത് UDF പിന്തുണയോട് കൂടിയാണ് മത്സരിക്കുന്നത്. അല്ലാണ്ട് അദ്ദേഹം ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ട് തനിച്ചല്ല മത്സരിക്കുന്നത്. അപ്പൊ അവിടെ ആ പ്രസക്തി ഇല്ല. അദ്ദേഹത്തിന് മാത്രമല്ല പാർട്ടി UDF സ്ഥാനാർത്ഥിയില്ലേ? ഇല്ല, UDF സ്ഥാനാർത്ഥിയില്ല. കുഞ്ഞികൃഷ്ണന് അവര് UDF പിന്തുണ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് TK ഗോവിന്ദൻ PK ശ്യാമള മത്സരിക്കുന്നതിനെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കി. പിന്നീട് അത് പാർട്ടിയായിട്ട് ഇടഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. ആ പുറത്തു പോയതിനു ശേഷമാണ് അദ്ദേഹവും മത്സര രംഗത്തേക്ക് വന്നതും. പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലേക്ക് കണ്ടോ, കുഞ്ഞികൃഷ്ണൻ 876 വോട്ടിനാ മുന്നിൽ. അതേസമയം 876 മാറി മറിയും. പക്ഷെ അതല്ല, അതിന്റെ പ്രാധാന്യം ഇത്രയും ഈ പറഞ്ഞ വലിയ ലീഡ് TI മധുസൂദൻ ഉണ്ടായിരുന്നു. വീണ്ടും അങ്ങനെ ഉള്ള സ്ഥലത്തു നിന്നാണ് തെരഞ്ഞെടുത്തേക്ക് മാറി പറഞ്ഞു വരുന്നത്. NDA വീണ്ടും 2ലേക്ക് വന്നിട്ടുണ്ട്. NDA 2ലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഞാനൊന്ന് പറയട്ടെ, നമുക്ക് NDAയുടെ കാര്യം നമുക്ക് ആധികാരികമായിട്ട് എണ്ണാറായിട്ടില്ല. അത് നമുക്ക് ഓരോരോ അവിടെ നിന്ന് പിടിച്ചു നിർത്താം. അതിലുപരി LDF 40-ഉം UDF 98-ഉം ഇതൊരു പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് കുഞ്ഞികൃഷ്ണനാണ് താരം. ഇവിടെ ഇപ്പൊ താരം കുഞ്ഞികൃഷ്ണനാണ്. അതേപോലെ തന്നെ ധർമ്മടത്ത് 1090 വോട്ട് നേരത്തെ ഈ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെയും താരം അബ്ദുൾ റഷീദാണ്. മനസ്സിലായില്ലേ? കാരണം എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലും ഗ്രാമം സ്വാഭാവികമായിട്ട് ധർമ്മടം, തളിപ്പറമ്പ്, പയ്യന്നൂർ ഇതൊക്കെ നമ്മൾ ചെറിയ ഞങ്ങളൊക്കെ പണ്ട് മുതലേ പയ്യന്നൂരൊക്കെ പാർട്ടിയുടെ കോട്ടക്കൊത്തല. അതായത് ആ ഒരു നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം. ഞാൻ സ്വാഭാവികമായിട്ട് ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മളൊരു രാഷ്ട്രീയക്കാരെയോ കുറ്റം പറയുന്നതല്ല. പക്ഷേ ജനങ്ങളെ മനസ്സിലാക്കണം. എന്താണ് ജനങ്ങള് ചിന്തിച്ചു തുടങ്ങി. അതാണ്. അപ്പൊ അവിടെ നമ്മൾ ജനങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് വെക്കുക. അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ അത് അംഗീകരിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ഇനി ഭാവിയിലെങ്കിലും തയ്യാറാവണം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചർച്ചയാണ്. അല്ലാതെ ആരുടെടുത്തും നമ്മൾ ഈ ചർച്ച കൊണ്ടിട്ട് അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പൊ എനക്കായാലും സുധിക്കായാലും പറയാനുള്ള അവകാശമുണ്ട്. നമ്മളുടെ അഭിപ്രായം അറിയിക്കുന്നു. അതാണ് ഇതിന്റെ ഒരു കാര്യം. NDA വീണ്ടും കയറിയിട്ടുണ്ട്. 3ലേക്ക് വന്നിട്ടുണ്ട്. 40-97-3 ശോഭാ സുരേന്ദ്രന് കുറച്ച് ലീഡ് കൂടിയിട്ടുണ്ട് പാലക്കാട്. വീണ്ടും നമ്മുടെ പിഷാരടി പിന്നോട്ട് പോയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. ഓക്കെ, തീർച്ചയായും.